മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ട ശേഷം വർക്കലയിലും തിരുവനന്തപുരത്തും നടത്തിയ സർവധർമ്മ സമഭാവ പ്രസംഗമാണിത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നടത്തിയ ഈ പ്രസംഗത്തിന് ഇന്ന് വളരെയേറെ പ്രസക്തിയുണ്ട്. യുഗപുരുഷ മഹാചരിതം എന്ന കാവ്യത്തിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം. രചന ശ്രീ ശശിധരൻ കാട്ടായിക്കോണം. ആലാപനം ശ്രീമതി മതിമുഖി സൂരജ്. നാരായണ ഗുരുസ്വാമി ഞാനുമായി സംവദിക്കവേ മതമൊന്നു മതിയെന്നു സ്വാമി ചൊന്നതെതിർത്തു ഞാൻ. വ്യത്യസ്ത വീക്ഷണം പേറും മർത്യരിങ്ങു വസിക്കയാൽ മതങ്ങളും വ്യത്യസ്തമായി നിലകൊള്ളും മനുഷ്യരിൽ. യാഥാർത്ഥ്യമാമിതിന്നേരെ കണ്ണടച്ചു കഴിഞ്ഞിടാൻ സാധ്യമല്ല നമുക്കെന്ന കാര്യവും ഞാൻ പറഞ്ഞിതു. മതം നമുക്കു നൽകിയിടും ധാർമ്മികത്വം പുലർന്നിടാൻ എല്ലാ മതങ്ങളോടും നാം സമഭാവം പുലർത്തണം. മതം നമുക്കു നൽകിയിടും ധാർമ്മികത്വം പുലർന്നിടാൻ എല്ലാ മതങ്ങളോടും നാം സമഭാവം പുലർത്തണം. നമുക്കനിഷ്ടമായി തോന്നും മതാചാരങ്ങളൊന്നുമേ അതു പാലിച്ചിടുന്നോർക്കു തോന്നുകില്ലൊരു തിന്മയായി. വൈജാത്യമിതു കാണാതെ കഴിഞ്ഞിടുക ദുഷ്കരം. അതിനാൽ മതസൗഹാർദ്ദം ബോധപൂർവം പുലർത്തണം. പ്രകൃതിയിലെങ്ങും കാണാം ഈ വ്യത്യസ്തത നോക്കുകിൽ നമുക്കു തണൽ നൽകുന്നീ തേന്മാവിൻ നില കാണുക. ഒരു തണ്ടിൽ നിന്നു തന്നെ ഇലയെല്ലാം മുളക്കിലും ഒന്നും മറ്റൊന്നു പോലല്ല എന്നു നോക്കുകിൽ ബോധ്യമാ. എന്നാലും ഈ ഇലയെല്ലാം ഒന്നായി ചേർന്നു നിൽക്കയാം. അതിനാൽ അവ നൽകുന്നു കണ്ണിന്നത്യന്ത ചാരുത. അതുപോലെ മതങ്ങൾക്കും വൈവിധ്യം നിലനിൽക്കിലും സഹിഷ്ണുതാപൂർവം നമ്മൾ ആയതംഗീകരിക്കണം. അതുപോലെ മതങ്ങൾക്കും വൈവിധ്യം നിലനിൽക്കിലും സഹിഷ്ണുതാപൂർവം നമ്മൾ ആയതംഗീകരിക്കണം. മനുഷ്യരിലാരും തന്നെ പൂർണ്ണരല്ലാത്ത കാരണം അവർ തീർത്ത മതങ്ങൾക്കും സ്വാഭാവികമപൂർണത. അതിനാൽ മതങ്ങളെല്ലാം ചേർന്നാൽ പൂർണ്ണത കൈവരും. ആ നിലയ്ക്ക് മതങ്ങളെ മതാചാര്യവരേണ്യരെ നമ്മൾ മാനവരെല്ലാരും നമ്മുടേതായി ഗണിക്കണം. ആ നിലയ്ക്ക് മതങ്ങളെ മതാചാര്യവരേണ്യരെ നമ്മൾ മാനവരെല്ലാരും നമ്മുടേതായി ഗണിക്കണം. പഴത്തിൽ തൊലിയും കാമ്പും കണ്ടിടുന്നതുമാതിരി മതത്തിൻ തൊലിയാചാരം സന്മാർഗം കാമ്പുമായിടും. തൊലിയെല്ലാം കളഞ്ഞു നാം കാമ്പു തിന്നുന്ന പോലവേ ആചാരത്തൊലി തള്ളിയിട്ടു സന്മാർഗ കാമ്പു കൊള്ളണം. ക്ഷമയും സ്നേഹവും നമ്മൾ പരസ്പരം പുലർത്തുകിൽ സംഭവിച്ചിടുമീ ദിവ്യ ഭാവങ്ങൾ ഹൃദയങ്ങളിൽ. വ്യത്യസ്ത സസ്യവർഗങ്ങൾ, വ്യത്യസ്ത മൃഗപക്ഷികൾ, വ്യത്യസ്ത രൂപഭാവങ്ങൾ പൂണ്ടു നൽകുന്നു നന്മകൾ. പല പുഷ്പങ്ങളിൽ നിന്നും ശേഖരിക്കും മധുവിനാൽ സൃഷ്ടിക്കുന്നു വിശിഷ്ടമാം തേൻഗണം മക്ഷികാവലി. പല സസ്യങ്ങളെ ഊറ്റി സംഭരിക്കുന്ന ചാറിനാൽ
ഔഷധങ്ങൾ ഒരുക്കുന്നു രോഗശാന്തി ലഭിക്കുവാൻ. പല ധാന്യങ്ങൾ ഭക്ഷിച്ചു ദഹിച്ചിടുമൂർജത്തിനാൽ ജീവസന്ധാരണം നമ്മൾ നിർവഹിപ്പതുമോർക്കുക. ഭൂമിയിൽ മരുവും മേടും വനവും കുഴിയും കുന്നും കരയും കടലും പിന്നെ കായലും കണ്ടിടുന്ന പോൽ പ്രകൃതിക്കു സഹജമാം ഈ വൈവിധ്യമറിഞ്ഞത മതങ്ങളാകയും നമ്മൾ നമ്മുടേതായി നിനയ്ക്കണം. പ്രകൃതിക്കു സഹജമാം ഈ വൈവിധ്യമറിഞ്ഞത മതങ്ങളാകയും നമ്മൾ നമ്മുടേതായി നിനയ്ക്കണം. മതങ്ങളിൽ സദാചാരം തുല്യമാണെന്നും ഓർക്കണം. സത്യം, ദാനം, ധർമ്മം, ദയ, ക്ഷമ, ധൈര്യം, സഹിഷ്ണുത എന്നീ മൂല്യങ്ങളാണ് എല്ലാ മതങ്ങൾക്കും അടിത്തറ. ദൈവം സൃഷ്ടിച്ചതാണെല്ലാ ചരങ്ങൾ അചരങ്ങളും എന്നും മതങ്ങൾ സർവത്ര ചൊല്ലിയിടുന്നതും ഓർക്കണം. ആ നിലയ്ക്ക് മാനവരും ജീവജാലങ്ങളൊക്കെയും സോദരങ്ങളെന്ന കാര്യം സാദരം നാം സ്മരിക്കണം. ആ നിലയ്ക്ക് മാനവരും ജീവജാലങ്ങളൊക്കെയും സോദരങ്ങളെന്ന കാര്യം സാദരം നാം സ്മരിക്കണം. വിവേചനമൊന്നിനോടും പുലർത്തുന്നില്ല ഈശ്വരൻ. ജനനം, മരണം, രോഗം, സുഖങ്ങൾ, ദുരിതങ്ങളും എല്ലാ മതത്തിലുള്ളോർക്കും സംഭവിക്കുന്നു ഭൂമിയിൽ. മതമൊന്നിൽ മാത്രം ദൈവപ്രതിപത്തി ജനിക്കുകിൽ അവർക്കു മാത്രമായി ദൈവം നൽകിയേനെ വിഭൂതികൾ. അതുകൂടാതെ ഏവർക്കും സ്വന്തം കർമാനുയോജ്യമായി നന്മതിന്മകൾ നൽകുന്നു ദൈവം നിഷ്പക്ഷചിത്തനായി. ജീവജാലത്തിനെന്നോണം പദാർത്ഥ സഞ്ചയത്തിനും ഓരോ കർമ്മം പ്രപഞ്ചത്തിൽ നിർവഹിക്കേണ്ട ധർമ്മമാം. താപമാണ് അഗ്നിതൻ ധർമ്മം, ഊർജം സൂര്യന്റെ ധർമ്മമാം. ജലവും വായുവും നിൽപ്പു ജീവദായക ധർമ്മമായി. ചരാചരങ്ങൾ ഓരോന്നും സ്വന്തം കടമ ഈ വിധം നിർവഹിക്കുമ്പോഴുണ്ടാകും ശക്തിയൊന്നിച്ചു ചേർന്നതാം നമുക്കാധാരമായിടും പ്രപഞ്ചത്തിൻ്റെ ശക്തിയും അതിൻ്റെ സൃഷ്ടികർത്താവാം ദൈവമെന്നുള്ള ശക്തിയും. നമ്മളിൽ കുടികൊണ്ടിടും ആത്മചൈതന്യ ശക്തിയും ഭിന്നമല്ലെന്നുള്ള തത്വം നന്നായി ഉൾക്കൊണ്ടു സർവരും സർവധർമ്മ സമഭാവം പരിപാലിച്ചു വാഴണം. ചരാചരങ്ങൾ ഓരോന്നും സ്വന്തം കടമ ഈ വിധം നിർവഹിക്കുമ്പോഴുണ്ടാകും ശക്തിയൊന്നിച്ചു ചേർന്നതാം നമുക്കാധാരമായിടും പ്രപഞ്ചത്തിൻ്റെ ശക്തിയും അതിൻ്റെ സൃഷ്ടികർത്താവാം ദൈവമെന്നുള്ള ശക്തിയും. നമ്മളിൽ കുടികൊണ്ടിടും ആത്മചൈതന്യ ശക്തിയും ഭിന്നമല്ലെന്നുള്ള തത്വം നന്നായി ഉൾക്കൊണ്ടു സർവരും സർവധർമ്മ സമഭാവം പരിപാലിച്ചു വാഴണം. മർത്യരെല്ലാം എൻ്റെ മതം നിർബന്ധം വിശ്വസിക്കണം എന്നുള്ള തീവ്രവിശ്വാസം കലഹങ്ങൾക്കു കാരണം. രാജരാജൻ ചക്രവർത്തി അശോകൻ ചൊന്ന വാക്യവും സാദരം നാം പാലിക്കാനായി ഉദ്ധരിക്കാമിവിടെ ഞാൻ. ഹേ മനുഷ്യ, നിൻ മതത്തെ രക്ഷിക്കാനേക പോം വഴി അന്യന്റെ മതവിശ്വാസം നിന്ദിക്കാതെ വസിക്കയാം. അപ്പോൾ ഈ അന്യവിശ്വാസി നിന്നെയും നിൻ മതത്തെയും
മാനിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ലേശവും. അതുപോൽ താൻ നിൻ മതത്തെ എളുപ്പത്തിൽ തകർക്കുവാൻ കഴിയുന്ന വഴിയും ഞാൻ നിന്നോടിന്നു പറഞ്ഞിടാം. അന്യർക്കുള്ള മതത്തെ നീ നിന്ദിച്ചിടുന്ന വേളയിൽ നിന്നെയും നിൻ മതത്തെയും നശിപ്പിക്കുമവൻ ദൃഢം. ഇനിയും ബോധ്യമായിടും ഏകത്വം പല രീതിയിൽ. ഈ ശരീരത്തിൻ്റെ അഗ്രം എവിടെയാണെന്ന ചോദ്യം ഒരാൾ ഉന്നയിച്ചിടിൽ അന്തമില്ലെന്നു ബോധ്യമാം. തൊലിയാണീ ശരീരത്തിനഗ്രമെന്നു പറഞ്ഞിടിൽ ആ ത്വക്കിൻ നിലനിൽപ്പിന്നു ചുറ്റിലും വായു വേണ്ടതാ. വായുവുണ്ടാകണമെങ്കിൽ സൂര്യ തേജസ്സു വേണ്ടതാ. സൂര്യന്റെ നിലനിൽപ്പിന്നു സൗരയൂഥം അവശ്യമാം. സൗരയൂഥം നിലനിൽക്കാൻ വേണം യൂഥങ്ങൾ, പിന്നെയും അവയ്ക്കാധാരമായിട്ടു വേണം പിന്നെ പ്രപഞ്ചവും. പ്രപഞ്ചങ്ങൾ അനേകങ്ങൾ ചേർന്ന മഹാപ്രപഞ്ചവും നിലനിന്നാൽ മാത്രം ദേഹം നിലനിൽക്കും സജീവമായി. ആ വിധം നമ്മുടെ ദേഹം മഹാപ്രപഞ്ച സീമയും വ്യാപിച്ചിട്ടുണ്ടെന്ന സത്യം ബോധ്യമാകും നിസംശയം. ആ വിധം നമ്മുടെ ദേഹം മഹാപ്രപഞ്ച സീമയും വ്യാപിച്ചിട്ടുണ്ടെന്ന സത്യം ബോധ്യമാകും നിസംശയം. ഒരു വ്യക്തി നിലനിൽക്കാൻ പ്രപഞ്ചം നിലനിൽക്കണം. പ്രപഞ്ചവും വ്യക്തിയും തമ്മിൽ ഭേദമില്ലെന്നും ഓർക്കണം. ഈ വിധം സർവതും തൻ്റെ ആത്മാംശം പോലെ കാണുവോർ ദ്വേഷിക്കാതെ വെറുക്കാതെ തൻ്റെതായി കാണുമൊക്കെയും. ഈ വിധം സർവതും തൻ്റെ ആത്മാംശം പോലെ കാണുവോർ ദ്വേഷിക്കാതെ വെറുക്കാതെ തൻ്റെതായി കാണുമൊക്കെയും. മഹാപ്രപഞ്ച താദാത്മ്യപ്രാപ്തി കാംക്ഷിച്ചു നാം സദാ അഹിംസാ സത്യമാർഗങ്ങൾ നിർവിഘ്നം നിർവഹിക്കണം. ദേശഭാഷകൾ വ്യത്യസ്തമായിരിക്കുന്ന പോലവേ മാനവന്റെ മതം തന്നിൽ വൈവിധ്യം നിലനിന്നിടും. ഏകോഹം ബഹുസ്യാം എന്ന വാക്യവും നാം സ്മരിക്കണം. ഒന്നായിടുന്ന ഞാൻ തന്നെ കാണാം പലതരത്തിലും. അതിനർത്ഥം എണ്ണമറ്റ രൂപം ദൈവം വരിച്ചിടും. ഒരെണ്ണം മാത്രമായി കാര്യമൊന്നും നിൽക്കില്ല നിശ്ചയം. ആ വിധം സംഭവിച്ചിടിൽ പ്രകൃതിക്കു വിരുദ്ധമാം. എനിക്കു സിദ്ധികൾ ഏറെ ലഘുവാണെന്നിരിക്കലും ശ്രവണം മനനം ധ്യാനം നിദിത്യാസനമാദിയാൽ കാര്യങ്ങൾ ചിലതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടു സത്യമായി. വർണ്ണാശ്രമധർമ്മങ്ങളെ പാലിക്കാതെ വസിക്കുവാൻ പ്രയാസമെന്ന കാര്യം ഞാൻ ഗ്രഹിച്ചിട്ടുണ്ടു വാസ്തവം. അതിനർത്ഥം മനുഷ്യർക്ക് മതവൈവിധ്യ ചിന്തകൾ ഒഴിവാക്കി ജീവിച്ചിടാൻ ആവതല്ലെന്ന കാര്യമാം. അതിനാൽ ഏകവിശ്വാസം ലക്ഷ്യമായി കരുതിയിടൊല. സഹിഷ്ണുതാശീലം നമ്മൾ പകരം സ്വീകരിക്കണം. ഒരേ രീതിയിൽ നാം എല്ലാം ചിന്തിച്ചിടുന്ന വേളയിൽ വിശാലമാ മനസ്കതയ്ക്കർത്ഥമില്ലെന്നു വന്നുപോം. വിശാല ചിന്തയാണല്ലോ
മാനവന്റെ മഹാഗുണം. അതിനാൽ അന്യഭാവങ്ങൾ ഉൾക്കൊള്ളാനുള്ള സംസ്കൃതി സമാർജിച്ചീ ധരിത്രിയിൽ സൗഹൃദത്തോടെ വാഴണം. അവതാരം, പുനർജന്മം, പ്രതിമാ പൂജ എന്നിവ പാലിക്കും വ്യക്തിയായി എന്നെ കാണൂ മുസ്ലിം സഹോദരർ. അതിനാൽ ഇവയില്ലാത്ത മുസ്ലിം മിത്രങ്ങളോടു ഞാൻ സഹിഷ്ണുതാ സംസ്കാരത്തെ പുലർത്തിയിടുക വേണ്ടതാം. അവതാര ബഹുത്വത്തിൽ വിശ്വസിക്കുക. കാരണം യേശു മാത്രം ദൈവപുത്രൻ എന്ന ക്രിസ്തീയ ചിന്തയിൽ അവിശ്വാസം എനിക്കുണ്ടായി വരുമെന്നതു ന്യായമാം. എന്നാലും യേശുവല്ലാതെ വേറെയില്ലൊരു ദൈവവും എന്ന ക്രിസ്തീയ വിശ്വാസം സഹിക്കാൻ വേണ്ട സംസ്കൃതി ജീവിതത്തിൽ പുലർത്തിയിടാൻ എനിക്കുണ്ടൊരു ബാധ്യത. അതിനാൽ ഞാൻ ദേവിയെയും ദേവനെയും നമിപ്പതിൽ മുസ്ലിം ക്രിസ്ത്യൻ സോദരങ്ങൾ ദോഷം കാണാതിരിക്കണം. എന്നാലും യേശുവല്ലാതെ വേറെയില്ലൊരു ദൈവവും എന്ന ക്രിസ്തീയ വിശ്വാസം സഹിക്കാൻ വേണ്ട സംസ്കൃതി ജീവിതത്തിൽ പുലർത്തിയിടാൻ എനിക്കുണ്ടൊരു ബാധ്യത. അതിനാൽ ഞാൻ ദേവിയെയും ദേവനെയും നമിപ്പതിൽ മുസ്ലിം ക്രിസ്ത്യൻ സോദരങ്ങൾ ദോഷം കാണാതിരിക്കണം. അനേകർക്കു തൊഴിൽ നൽകും ഖാദിവസ്ത്രം ധരിക്കണം. ഖാദിവസ്ത്രം ധരിക്കാതെ ശിഷ്യന്മാരിൽ ഒരാളെയും എൻ്റെ മുന്നിൽ വന്നിടുവാൻ സമ്മതിക്കുകയില്ല ഞാൻ എന്നു നാരായണ ഗുരുസ്വാമി എന്നോട് ചൊൽകയാൽ ജാതീയമാമനാചാരം പുലർത്തിയിടാത്ത സംസ്കൃതി ഇന്നീ തലമുറയ്ക്കുള്ളിൽ കാണാനാവാത്ത കാര്യമാം. അത്തരം ദുസ്ഥിതി മാറ്റാൻ താങ്കൾ വീണ്ടും ജനിക്കണം എന്നും എന്നോടോതി പുണ്യപുമാൻ ഗുരു മഹായോഗി. എന്നാൽ എൻ്റെ വിശ്വാസം അതല്ലെന്നു പറഞ്ഞു ഞാൻ എൻ്റെ ഈ ജന്മകാലത്തു തന്നെ കാണാൻ കഴിഞ്ഞിടും. അതിനായി നിങ്ങളെല്ലാവരും ഒന്നായി നിന്നു ശ്രമിക്കണം. മാനവീയത സർവത്ര പാലിച്ചേ നമ്മളേവരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പഞ്ചമൻ എന്നീ വൈജാത്യങ്ങൾ മറന്നിങ്ങു ജീവിക്കും നില വന്നിടും. ജീവിതത്തിൽ ലാളിത്യവും സ്വഭാവ പരിശുദ്ധിയും, മതങ്ങളിൽ സമഭാവം, ശത്രുവിൽ സഹതാപവും, പ്രതിപത്തി ഖാദിയോടും മദ്യത്തോടു വിരക്തിയും പുലർത്തി ധന്യമാക്കേണം ജീവിതം നമ്മളേവരും. അതിനുചിതമാം ശക്തി, വിശ്വാസം, യുക്തി എന്നിവ ദൈവം നിങ്ങൾക്കു നൽകട്ടെ. ആശംസിക്കുന്നു മംഗളം. ജീവിതത്തിൽ ലാളിത്യവും സ്വഭാവ പരിശുദ്ധിയും, മതങ്ങളിൽ സമഭാവം, ശത്രുവിൽ സഹതാപവും, പ്രതിപത്തി ഖാദിയോടും മദ്യത്തോടു വിരക്തിയും പുലർത്തി ധന്യമാക്കേണം ജീവിതം നമ്മളേവരും. അതിനുചിതമാം ശക്തി, വിശ്വാസം, യുക്തി എന്നിവ ദൈവം നിങ്ങൾക്കു നൽകട്ടെ. ആശംസിക്കുന്നു മംഗളം.